കിടക്ക വിട്ട് എണീക്കാൻ കഴിയില്ല അന്നമ്മ ബേബിക്ക്. 2 വൃക്കകളും തകരാറിൽ, ഒപ്പം ഹൃദയവാൽവിനും രോഗം. പ്രാഥമിക ആവശ്യങ്ങൾ പോലും കിടക്കയിൽ തന്നെ നിർവഹിക്കണം. ആഴ്ചയിലൊരിക്കലുള്ള ഡയാലിസിസും മറ്റു മരുന്നുകളുമാണ് ജീവൻ നിലനിർത്തുന്നത്. മാസം തോറും 20,000 രൂപയെങ്കിലും വേണം ചികിത്സാ ചിലവിന്. 2 മക്കളുള്ള സഹോദരിക്ക് തയ്യൽ തൊഴിലിൽ നിന്നും ലഭിക്കുന്ന തുച്ഛ വരുമാനത്തിലൊരു വിഹിതമാണ് അന്നമ്മ ബേബിയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത്. പ്രായമേറിയ മാതാപിതാക്കളുടെ കാര്യവും നോക്കണം. അന്നമ്മ ബേബിയുടെ ഭർത്താവ് 3 വർഷം മുമ്പ് മരിച്ചു. സ്വന്തമായുണ്ടായിരുന്ന സ്ഥലവും വീടുമെല്ലാം ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ വിറ്റു. ഇപ്പോൾ താമസിക്കുന്നത് വാടക വീട്ടിൽ. ചികിത്സയ്ക്കും നിത്യവൃത്തിക്കുമെല്ലാം ആവശ്യമായ പണം കണ്ടെത്തുക അസാധ്യമായെന്ന് സഹോദരി എലിസബത്ത് ജോസഫ് പറഞ്ഞു. ഒരുവിധം ഓഫീസ് മുന്നോട്ട് പോകണം, പക്ഷേ ഇനി മുന്നോട്ട് വന്നിട്ട് ഒരു നിവൃത്തിയില്ല. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സഹായങ്ങളും കിട്ടിയിട്ടില്ല. അപേക്ഷയൊക്കെ ഞാൻ പല സ്ഥലങ്ങളിലും കൊണ്ടു കൊടുത്തതാണ്. ദിവസം പോലും മരുന്ന് മുടങ്ങാൻ പാടില്ല. കനിവുള്ളവരുടെ സഹായം മാത്രമാണ് ഇനി ഇവരുടെ ഏക പ്രതീക്ഷ. ജോർജ് സെബാസ്റ്റ്യനോടൊപ്പം റിപ്പോർട്ടർ, കൊച്ചി.